മുർത്തല ഉസ്താദുള്ളത്? അതെ അതെ. ആ പിന്നെ ഇങ്ങനെ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഒരു വീഡിയോ കണ്ടു. കണ്ടാ? അപ്പൊ അതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചു നോക്കിയായിരുന്നു. അത് അത് ആരാണ്? ഞാൻ മുജീബ് റഹ്മാൻ അഷറഫിയാണ്, പയ്യോളി. പയ്യോളി മുജീബ് റഹ്മാൻ അഷറഫിയ. ആ ആളെ മനസ്സിലായില്ലല്ലോ. ഉസ്താദിന് എന്നെ പരിചയം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ വിളിക്കാൻ കാരണം എന്താ വെച്ചാല്, അല്ല നിങ്ങളെ എനിക്ക് പരിചയമില്ല, നിങ്ങൾക്ക് എന്തെങ്ങനെ പരിചയം? ഞാൻ ലക്ഷദ്വീപിലുള്ള ഒരാളോട് നമ്പർ വാങ്ങിയതാണ്. ആരോടാ? അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരാളാണ്. അബ്ദുള്ള? ആ അബ്ദുള്ള വാട്സപ്പിലൂടെയുള്ള ബന്ധമാണ് മൂപ്പരായിട്ട്. നിങ്ങൾക്ക് ആളെ പേരും അറിയില്ല, എന്തൊന്നും അറിയില്ലേ അയാളെ? അബ്ദുള്ള എന്നറിയും, മറ്റൊരു ഡീറ്റെയിൽസ് ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഇവിടുത്തെ അവസ്ഥ ചോദിച്ചാൽ പോരാ ഡീറ്റെയിൽസ്? അല്ല, ഉസ്താദിനോട് തന്നെ ചോദിച്ചാൽ വ്യക്തമായിട്ട് പറഞ്ഞു തരും പറഞ്ഞു. അതായത് ഇപ്പൊ എന്താ വിഷയം എന്ന് വെച്ചാല്, അല്ല ഈ അബ്ദുള്ളക്ക് പിന്നെ എന്റെ നമ്പർ അബ്ദുള്ളയായിട്ട് നമുക്ക് പ്രസക്തി ഇല്ലല്ലോ, വിഷയം പറയാൻ വേണ്ടിട്ട്. ഓക്കെ അത് വിഷയമല്ല. ഈ അബ്ദുള്ളയുടെ പ്രസക്തി ഇല്ലെങ്കിൽ വേറെ ആളുകളെ ഫോണിലേക്ക് അങ്ങനെ ഫോൺ വരണമെങ്കിൽ ഇത് ആരാ ഏതാ എന്താന്ന് അറിയണ്ടേ? അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയത്. നിങ്ങളെ പരിചയപ്പെടുത്തിയല്ലാതെ നിങ്ങളെ അതെല്ലാം ഞാൻ ചോദിച്ചു. നിങ്ങൾക്ക് എവിടെ നിന്നാ നമ്പർ ഒരു അബ്ദുള്ള എന്ന്? അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എല്ലാ ലോകത്തുള്ള അബ്ദുള്ള തന്നെയാണല്ലോ. അത് വേണമെങ്കിൽ ഞാൻ ഉസ്താദിന് വാട്സപ്പ് ഉണ്ടെങ്കിൽ ആ നമ്പർ ഞാൻ വിട്ടുതരാം, നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ മതി. ആ ഉസ്താദിന്റെ നമ്പർ പറഞ്ഞു. ആ നമ്പർ ഞാൻ ഇത് നമ്മളെ വിഷയം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അല്ല, ആ ഉസ്താദിന്റെ നമ്പർ ആദ്യം പറയും, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാമല്ലോ. അല്ല ഉസ്താദ്, ഒരു വിഷയം ചോദിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞാൽ ഇല്ലേ പറയണ്ട. പിന്നെ വിഷയമില്ലല്ലോ, അത് പറയുന്നോ പറയാത്തല്ലോ സത്യത്തിൽ. അല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ പറയല്ല. അതല്ല ഞാൻ ചോദിക്കുന്നത്. പ്രചരിക്കുന്ന ഉസ്താദെ, പ്രചരിക്കുന്ന എന്താ വെച്ചാല് അത് ഷജറകളും ഖാലി ഫൗണ്ടേഷൻ തമ്മിലുള്ള പ്രശ്നമാണെന്നാണ് പ്രചരിപ്പിക്കുന്നത്. ഖാലി ഫൗണ്ടേഷൻ ആണോ ഖത്തീബ് ഫൗണ്ടേഷൻ ആണോ എന്നല്ല വിഷയം. അല്ല, അത് ഞാൻ ചോദിക്കുന്നത് എന്റെ നമ്പർ തന്ന അബ്ദുള്ള ആരാണെന്നാണ് എനിക്കറിയേണ്ടത്. അല്ല, ഇവിടെ ഇപ്പോ വിഷയം എന്താണെന്നറിയോ? അതായത് ഖാലി ഫൗണ്ടേഷനും ഷജറകളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നതെന്നുള്ളത് വ്യാപകമായി പ്രചരിക്കുന്നു. അത് അങ്ങനെ തന്നെ പറയാനും, സത്യം അല്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യാ, അത് സത്യമല്ല, നിങ്ങളാ പിന്നെ വിചാരിക്കുന്നത് പോലെയല്ല അവിടുത്തെ സംഭവം എന്ന് അറിയാനും വേണ്ടി മാത്രം വിളിച്ചതാണ്. അത് ഉസ്താദിന് പറയാം. അത് ഓക്കെ. ഈ അബ്ദുള്ള ആരാ? പിന്നെ അബ്ദുള്ള എന്റെ നമ്പർ തരാം. ഈ അബ്ദുള്ള ആരാ ഏതാണെന്ന് അറിയണ്ടേ? അങ്ങനെ വിളിക്കുന്നതാണോ ഏതാണോ എന്താണെന്ന് അറിയണമെങ്കിൽ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ. അതിപ്പോ എന്നെ വിളിച്ച് അന്ന് ചോദിച്ചോന്ന് പറയണമെങ്കിൽ എന്നെ അറിയുന്ന ആളാവണം ഈ അബ്ദുള്ള. അല്ല, നിങ്ങൾ അവിടെ ഈ സംഭവത്തിൽ ഖത്തീബായിരുന്ന ഒരു ഉസ്താദാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു ഉസ്താദ് എന്ന നിലക്ക് ഞാനും ഉസ്താദും ഖത്തീബും ഒക്കെയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കണ്ടേ? ആദ്യം നീ ഖത്തീബിന്റെയും ഖാലിയുടെയും സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്പർ തന്ന അബ്ദുള്ള ആരാ? ആ നമ്പർ ഒന്ന് നിങ്ങൾ പറഞ്ഞേ. ആ നമ്പർ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞല്ലോ. പറഞ്ഞോ നിങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി വിഷയങ്ങളിലേക്ക് കടക്കാമല്ലോ. വിഷയമില്ലല്ലോ. അതെ, നമ്മളിപ്പോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വാട്സപ്പിലേക്ക് വിട്ടുതരാം. എനിക്കത് കാണാതെ വാട്സപ്പിലേക്കൊന്നും വിടണ്ട. അതുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. ആ നമ്പർ ഓക്കെ, ഉസ്താദിന് പറയാൻ കഴിയില്ലെങ്കിൽ ഓക്കെ, ഞാൻ വിട്ട്. ആ വിഷയം വിടുന്നല്ല. നിങ്ങൾക്ക് തന്ന അബ്ദുള്ള ഏതാ? അബ്ദുള്ളയുടെ നമ്പർ? അല്ല ഉസ്താദ്, അബ്ദുള്ള ദാരിമിയാണോ? ഉസ്താദിന് വിഷയം പറയാനാവോ? അല്ല, അബ്ദുള്ള ദാരിമിയാണോ? ദാരിമിയാണ് ഒന്നും എനിക്കറിയില്ല. ഞാൻ അബ്ദുള്ള സഖാഫിയാണോ? അതും എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ ഇത്രയും കൊല്ലങ്ങൾ തമ്മിലുള്ള പരിചയമുള്ള ആളുകള് ഈ അബ്ദുള്ള എന്താ ഏതാ അബ്ദുള്ള പിന്നെ ഉസ്താദെ, ഒരു കൊലപാതക കേസ് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ടല്ല ഉസ്താദിനോട് ചോദിച്ചത്. ഉസ്താദിനോട് കൊലപാതകനോ അല്ല പിന്നെ മറ്റേ കൊലപാതകം അല്ലാത്തതോന്നല്ലല്ലോ നമ്മുടെ സത്യത്തിൽ. ഞാൻ ചോദിച്ചേട്ടാ, ഉസ്താദിന്റെ ചോദ്യം കേട്ടാ വിചാരിച്ചു കൊലപാതക കേസിനെങ്ങാനും ഉസ്താദിനെ പിടിച്ച്. അങ്ങനെ എന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാല്, എന്റെ ചോദ്യം ചോദിച്ചാല് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്റെ നമ്പർ നിങ്ങൾക്ക് ആരാ തന്നത്. അപ്പൊ നിങ്ങളുടെ ചോദ്യം കേട്ടാല്
നിങ്ങളെന്തോ പിന്നെ കട്ടിപിടിച്ചിട്ട് വന്ന ആൾക്കാരെ മാതിരിയാണ് നിങ്ങളെ സംസാരം. ഇങ്ങനെ കട്ടി പിടിച്ചോ? കട്ടി പിടിച്ചോ? കട്ടി പിടിച്ചോ? എന്താ പറഞ്ഞ? കട്ടി പിടിച്ചതാ. ഹലോ, അസ്സലാമലൈക്കും. വർക്കിലാണോ ഉസ്താദ്? ആരാണ്? ഞാൻ മുജീബ് റഹ്മാൻ അഷ്റഫിയാണ്, പയ്യോളിന്ന്. ഞാൻ ഒരു വീഡിയോ കണ്ട്, അങ്ങനെ അതിന്റെ 2-3 വശങ്ങളായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ ഈ ഖാലി ഫൗണ്ടേഷനും ഷജറകളും തമ്മിലുള്ള പ്രശ്നമാണ് കേൾക്കുന്നുണ്ട്. അല്ല, കുടുംബ പ്രശ്നമാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാ. ഓ, അല്ല, സംഗതി അറിഞ്ഞിട്ട് നമുക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണല്ലോ. കാരണം വഹാബികളൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് അത് പിന്നെ തമ്മാമിലടി എന്നുള്ള രൂപത്തിൽ ഈ KP പ്രശ്നമാണെന്നും എല്ലാ ഷജറുകളും ഖാലി ഫൗണ്ടേഷനും തമ്മിലുള്ള പ്രശ്നമാണെന്നും അങ്ങനെ പല രൂപത്തിൽ അവർ അത് ചിത്രീകരിക്കുന്നുണ്ട്. നമ്പർ മൂപ്പരെന്നെ ഒരു ഇത് കണ്ടിട്ട് വിളിച്ചു നോക്കിയതാ. എന്റെ പേര് മുജീബ് റഹ്മാൻ അഷ്റഫി. ഞാൻ പയ്യോളി, കോഴിക്കോട് ജില്ല. ഈ പ്രശ്നമൊന്നുമല്ല. ഖാദിമാരെല്ലാം മുത്തവല്ലിയാണ്. ഖാദിക്ക് യാതൊരു തർക്കവുമില്ല. മുത്തവല്ലിയാണ് ഖത്തീബിനെ നിശ്ചയിക്കേണ്ടത്. ഹൈക്കോടതി അതിന് വിധിയുണ്ട്. മുത്തവല്ലിനെ നിശ്ചയിക്കണം. ആര്? കാവ്യ മുത്തവല്ലി. ആര് മുഖേന? മുഖേന. അങ്ങനെ നിശ്ചയിക്കേണ്ട കാരണം നോട്ടീസ് എടുത്തു മുത്തവല്ലികൾ 2 വട്ടം. ആദ്യത്തെ ഒരു വട്ടം 10 ദിവസത്തേക്ക് ഇട്ടു, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടാന്. അപ്പൊ 29 കഴിഞ്ഞ മാസം 29-ാം തീയതി വരെ ആരും വന്നിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വഖഫ് ബോർഡിലേക്ക് അറിയിച്ചു. വഖഫ് ബോർഡ് പറഞ്ഞു നമുക്ക് വലിയ 7 ദിവസം കൂടി കൊടുക്ക്. അങ്ങനെ വീണ്ടും നോട്ടീസ് ഇട്ടു 7 ദിവസം. അത് കഴിഞ്ഞിട്ടും ആരും വന്നിട്ടില്ല. അങ്ങനെ കൊണ്ടുപോകാൻ കയറുമ്പോഴാണ് വീണ്ടും അവരെ ശല്യം ഉണ്ടാകുന്നത്. അവരെ ഖത്തീബിനെ മുത്തവല്ലി നിശ്ചയിക്കുന്നത് വരെ അവരെ ഖത്തീബല്ലല്ലോ. തന്നെ പ്രശ്നം ഉണ്ടായത്, വേറെ ഒന്നല്ല. അപ്പൊ ഇത് അവര് കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അതെ, അവരെ കുടുംബക്കാര് ഒരു കുടുംബത്തിലെ 2 കൂട്ടർ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറയാം. ഒരു കുടുംബത്തിലെ 2 കൂട്ടക്കാരാ? മനസ്സിലായില്ല. ഒരു കുടുംബത്തിലുള്ള 2 പേര് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലേ? അല്ല, ഒരു കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ യാതൊരു ബന്ധവുമില്ല അവര്. ശരി. ഈ കുടുംബമായിട്ട് ബന്ധമില്ലാത്ത ആളുകളാണ് പ്രശ്നക്കാരായി വന്നത്. അതെ. അങ്ങനെ. അപ്പൊ അല്ലാതെ APK പ്രശ്നമല്ല, ഷജറ ഫൗണ്ടേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ലേ താനും? ഈ ഷജറ ഫൗണ്ടേഷൻ മനസ്സിലായിട്ടില്ല. അങ്ങനെ ഷജറ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാല്, അതായത് പിന്നെ ഇപ്പൊ നിലവില് നമ്മളെ EK വിഭാഗം സംസ്ഥ ഉണ്ടല്ലോ. അതെ. ഈ EK വിഭാഗം സംസ്ഥയിൽ ഇപ്പൊ ലീഗിനെ അനുകൂലിക്കുന്ന ആളുകള് പാണക്കാട് സ്വാദിഖ് അലി. അതെ, അതെല്ലാ സ്ഥലത്തുണ്ടല്ലോ. അതെ. സാധാരണ ഉണ്ടല്ലേ. അല്ല, അപ്പൊ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തില് മൂപ്പരെ ഖാലിയായിട്ട് നിയമിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഖാലി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് ഈ ഷജറകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അവര് തമ്മിലുള്ള പ്രശ്നമാണെന്നും പിന്നെ അങ്ങനെയാണ് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത്. ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഈ ലക്ഷദ്വീപുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ വിളിച്ചു ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു പിന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഇങ്ങനെ ഉസ്താദിന്റെ നമ്പർ കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയോ സംഘടിപ്പിച്ചു ഉസ്താദിന്റെ നമ്പർ എനിക്ക് തന്നു. അത്രേ എനിക്കറിയുള്ളൂ. അപ്പൊ എനിക്ക് ജസ്റ്റ് ഇപ്പോ എന്താണ് ഈ വിഷയം എന്താണെന്ന് അറിയണം. അത് നമുക്ക് അതിന്റെ വസ്തുത എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം, അത്രേ ഉള്ളൂ. അത് വിചാരിച്ച് വിളിച്ചതാണ്.
ഓക്കെ ഇൻഷാല്ലാ. ഇൻഷാല്ല. അപ്പോ പിന്നെ ഈ APK പ്രശ്നമോ അല്ലെങ്കിൽ മറ്റേ ഞാൻ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളൊന്നുമല്ല, അവര് കുടുംബവും കുടുംബത്തിന്റെ അപ്പുറത്തുള്ളതും പ്രശ്നമാണ്. അതെ, ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാല് പാട്ടുകൾ തറപ്പാട് ഹസരത്ത് ഉപയോഗ തങ്ങളുടെ കുടുംബം. ഉസ്താദിന്റെ കുടുംബം 1400 വർഷമായി ഞങ്ങളെ കാവിമാരാണ്. സുപ്രീം കോടതി വരെ അംഗീകരിച്ച കാവിയാണ് ഇപ്പൊ ഞാൻ ഉസ്താദ്. അതെ. അതിനെ അവർക്ക് തർക്കമില്ല. ഉസ്താദ് ആ കുടുംബത്തിൽ അംഗമാണ്. കാവിയാണോ മുത്തവല്ലിയാണോ എന്നവർക്ക് തർക്കമില്ല. പക്ഷെ മുത്തവല്ലി ഞങ്ങൾ നിശ്ചയിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ അവരെ ആൾ ബലവും കൊണ്ട് കയ്യൂക്ക് കൊണ്ടുവരുന്നതാണ്. ഞങ്ങൾക്ക് കയ്യൂക്കിന് ആൾ പോയതാണ്. ഇപ്പൊ കത്തീവിനെ നിശ്ചയിക്കുന്നത് വരെ അവരെ കത്തിക്കൊല്ലല്ലോ. അതെ. അപ്പൊ അവർക്ക് സംഘടനയായിട്ടൊന്നും ബന്ധമില്ല. അത് മുമ്പേ കത്തിവായിരുന്നു. മുമ്പേ ഞങ്ങൾ കത്തിവാക്കിയിരുന്നു കൂലിക്ക്. ഇവിടുത്തെ നാട്ടിലത്തെ എന്റെ തീവ്രത്തെ ജില്ലാ കോടതി ഉണ്ടല്ലോ. അതെ. ജില്ലാ കോടതി അവരോട് പറഞ്ഞത്, നിങ്ങൾ പേഡ് സർവന്റ് ആണ്, നിങ്ങൾ ഒറിജിനൽ അല്ലാതെ. അതായത് നിങ്ങൾക്ക് സ്വമേധ നിങ്ങളെ മൗലിക അവകാശമോ അങ്ങനത്തെ ഒന്നല്ല. നിങ്ങൾ പേഡ് കൂലി ശമ്പളം പറ്റുന്ന കൂലിക്കാരെന്നർത്ഥം. അതെ. ഇപ്പൊ ഞാനിപ്പോ ജോലി അന്വേഷിച്ച് അവിടെ വന്നാൽ ഉസ്താദ് എനിക്ക് യോഗ്യത കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്നെ ഖത്തീബാക്കി നിശ്ചയിക്കും. അതുപോലെ. അതെ, അങ്ങനെ നിങ്ങൾ അങ്ങനത്തെ അല്ലാത്തല്ല അതല്ല പറയുന്നത്. ഈ ഖത്തീബ് ജോലി ചെയ്യുന്നത് അവര് വരുന്ന അവരുടെ മൗലിക ഭാഷ ആണെന്ന്. അല്ല, ഇപ്പൊ അവരുടെ മൗലിക ഭാഷ അല്ല അതവര് പറയുന്നത്. മൗലിക ഭാഷ എന്ന് ഒരു കോടതിയെ അംഗീകരിച്ചിട്ടില്ല. കാരണം എന്താ, നിങ്ങൾ കോടതി പറയുന്നത് എന്താ, നിങ്ങൾ അവരെ ശമ്പളം പറ്റുന്ന കൂലിക്കാരാണ്. കാരണം നിങ്ങൾക്ക് 2-3 വട്ടം നിങ്ങൾ വന്ന് കേസിന് പോയി, ശമ്പളം പോരാ, മറ്റേ ടേബിൾ പോരാ, അത് പോരാന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് നിങ്ങൾക്ക് കൂട്ടി തന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും നിങ്ങൾ അവരെ ഭരിക്കാൻ വേണ്ടി പോകുമ്പോ അത് നടക്കൂലല്ലോ. കാരണം എത്ര കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ എന്താണ് ശമ്പളം പറ്റുന്ന കൂലിക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കത്തി പാക്കണോ ഇല്ലേ, നിങ്ങളെ പാട്ടിലെ മുത്തവല്ലി വരത്ത് പോയിട്ട് പറഞ്ഞോളും. അപ്പൊ അവർ വേണ്ടി ചെയ്യും എന്ന് മാത്രം. അപ്പൊ പക്ഷെ അവർ ഞങ്ങൾക്ക് വരുന്നില്ല. ഒരു സ്വമേധ ഇപ്പോഴും പറയുന്നത് കൂലി വാച്ച് ചെയ്തു. ഞങ്ങള് സ്വമേധ ഉള്ളതാണ്, നിങ്ങളതാണ്. അപ്പൊ അതാണ് വിഷയമുള്ളൂ. ഓക്കെ. വലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർവിൻ പൂനിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഞാൻ കുടുംബാംഗങ്ങളെ എന്ന് വിളിച്ചത് വെറുതെയല്ല. ഒരു കുടുംബമായിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന അറിവുകൾ, വാർത്തകൾ, വിശേഷങ്ങൾ അതൊക്കെ 100% സത്യമാണെന്ന് പരമാവധി ഉറപ്പുവരുത്താറുണ്ട്. സത്യമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധവുമാണ്. മനഃപൂർവ്വം കളവ് പ്രചരിപ്പിക്കാറില്ല. അങ്ങനെ പ്രചരിപ്പിക്കേണ്ട ആവശ്യവുമില്ല. 100% സത്യമായത് മാത്രമേ നമ്മുടെ ചാനലിലൂടെ ജനങ്ങൾ അറിയാവൂ എന്ന നിർബന്ധം എനിക്കുണ്ട്. ഇതും അങ്ങനെ തന്നെ ചെയ്തതായിരുന്നു. പക്ഷേ തെറ്റായ ഇൻഫർമേഷനാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോയുമായി വരാൻ കാരണം. എനിക്ക് ഇൻഫർമേഷൻ തരുന്നവർ സത്യമേ പറയൂ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ നൽകുന്ന ഓരോ വീഡിയോസും ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ചില ആളുകൾ എനിക്ക് തന്ന ഇൻഫർമേഷൻ തെറ്റായിരുന്നു. അതിൽ നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എനിക്ക് വിട്ടുതരുന്നത് ജനങ്ങളിലേക്കാണ് ഞാൻ എത്തിക്കുന്നത്. അത് 100% സത്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം. അല്ലാത്തതൊന്നും വിട്ടുതരരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഒരിക്കൽ കൂടി പറ്റിയ തെറ്റിന് ക്ഷമ ചോദിച്ചുകൊണ്ട്, ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.